നിന്റെ അടുത്ത് ഞാൻ എന്നും പറഞ്ഞ ഇവിടെ പോയത് പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നോ? ചേച്ചി ഞാൻ പഠിച്ചോളാം. നിന്റെ അടുത്ത് ഞാൻ ഇപ്പൊ പഠിക്കാനല്ലേ പറഞ്ഞത്? കുറച്ചേരം ഫോൺ കണ്ടോട്ട്. ഫോൺ എടുക്കാൻ ആരാ പറഞ്ഞത് നിന്റെ അടുത്ത്? ചേച്ചി അവിടെ ഇരിക്കുന്ന കണ്ടപ്പോ എടുത്തന്നേ ഉള്ളൂ. ആണോ? അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് രണ്ടക്ഷരം പഠിക്കാൻ പാടില്ലായിരുന്നോ? കഥയാണ്ടി என்னப்பா പാറുവിന് ആര്യയുടെ ഫോൺ എന്തിനാ കൊടുത്തേ? போனா நான் கொடுக்கல லட்சு. ഓ, അപ്പൊ ചോദിക്കാതെ എടുത്തതാണല്ലേ? മോശം. ചേച്ചി ഞാൻ കുറച്ചേരം കണ്ടോട്ട്. പറ്റില്ല, ഇത് പഠിച്ചേ. ഇനി മേലെ ഫോൺ കൊടുത്താണ്ടല്ലോ. இல்ல கொடுக்க மாட்டேன். 4 அக்ஷரம் படி பாரு. പഠിക്ക്, ഞാനിവിടെ ഇരിക്കാം. ഇല്ല, തുറക്കത്തില്ല. മര്യാദക്ക് പുറത്തിറങ്ങിയില്ലെങ്കിൽ സ്വഭാവം മാറി കേട്ടാ. തുറക്കൂല. ഞാൻ തുറക്കത്തില്ലെന്ന് പറഞ്ഞേ തുറക്കത്തില്ല, തുറക്കത്തില്ല, തുറക്കത്തില്ല. എന്താ എന്താ എന്ത്? ഒരുത്തിയടുത്ത് പഠിക്കാൻ പറഞ്ഞതാ. ദേ വാലടിച്ച് അകത്തിരിക്കുന്നു. തുറക്കത്തില്ല. ഇല്ല ഇല്ല. എന്താ എനിക്കിത് പിന്നെ പിന്നെ പറഞ്ഞോണ്ടിരിക്കാൻ വയ്യ. നിന്റെ അനിയത്തി അടുത്ത് പഠിക്കാൻ പറഞ്ഞതാ. ദേ റൂമിൽ കയറി വാലടച്ചേക്കുന്നു. എന്താ? തുറക്കത്തില്ല. നിന്റെ കേസ് വാതിൽ പറയണേ. ഞാൻ തുറക്കൂല, തുറക്കൂല, തുറക്കൂല. പുല്ല് വിലയില്ല. എന്ത് നല്ല അനുസരണ. അനുസരണ ഇല്ലാത്ത എന്തിനാ ചേച്ചി? അനുസരണ ഇല്ലാത്തതിനൊക്കെ എന്ത് ചെയ്യാൻ? അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ? ആർക്കാരും പിടിച്ചാൻ കൊടുത്താലോ? പിന്നെ ആൾക്കാരെന്നെ മേടിക്കാൻ നിക്കല്ലേ. ആകെ നോക്കി നിക്കണോ അല്ലെന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു കാര്യം ചെയ്യും ചേച്ചി, ഞാനേ ജംഗ്ഷനിൽ പോയിട്ടെ എനിക്ക് പരിചയമുള്ള കുറച്ച് പേരുണ്ട്, അവരോടൊക്കെ സംസാരിച്ചു നോക്കിട്ട് പാറുവിനെ നമുക്ക് വേണ്ട, അതുകൊണ്ട് നിങ്ങൾ എടുത്തോ എന്ന് പറയാം. അനുസരണയില്ലാത്ത പിള്ളേരൊക്കെ വീട്ടിൽ നിർത്തണം. എന്തിനാ? ആർക്കെങ്കിലൊക്കെ പിടിച്ചു കൊടുക്ക്. എന്റെ വഴിക്ക് ഞാനും അന്വേഷിക്കാം. മതി നിർത്ത്. എന്നൊരു കാര്യം ചെയ്യും, അമ്മൂമ്മളെ പഠിപ്പിക്കും. കേശവേ, എന്നാ നീ പോയി അന്വേഷിച്ചിട്ട് വാടാ. ഞാനും പോയി അന്വേഷിക്കാം. ഞാൻ പോയി അന്വേഷിക്കട്ടെ. തുറക്കുവാണെങ്കിൽ പറയണേ. പാരു, ഇങ്ങ യാരും ഇല്ലപ്പാ, നീ വെളിയില് വാമാ. എനിക്കറിയാനെ പറ്റിക്കാനല്ലേ. സത്യമായിട്ട് ഇവിടെ ആരും ഇല്ല മോളെ. വാ, നീ ഇറങ്ങി വാ. ചേച്ചി പറയുന്നത് കേട്ടോണം കേട്ടാ. ഓക്കെ. കിട്ടിയില്ല. മര്യാദക്ക് വാങ്ങോർത്തോ? തുറക്കൂല. അമ്മൂമ്മ എനിക്കുള്ള ഫുഡ് ജനാല വഴി തന്നാ മതി. അതെ, മക്കൾക്ക് പച്ച വെള്ളം പോലും ഇല്ല. മക്കൾ ആദ്യം വാതിലോർത്തത് പഠിക്ക്, എന്നിട്ട് ഭക്ഷണം തരാം. ഞാൻ പഠിക്കൂല. നീ നോക്കിക്കോടി, നിന്നെ ഞാൻ ചാക്കി കയറ്റി വെക്കും. ഞാൻ താണ്ട വറന്ന് പോട്ട് നോക്കിയപ്പോ അത് തന്നെ തീരുമാനം ഉണ്ടാക്കണമല്ലോ. അമ്മമ്മേ, ഇവക്ക് പച്ച വെള്ളം പോലും കൊടുത്തു പോരുത്. ദൈവമേ, ഇവരിപ്പോ പറഞ്ഞ പോലെ എന്നെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കോ? ഈച്ചയോട് ആക്രി ഇറക്കാൻ വരുന്നല്ലേ? അയ്യോ, നേരത്തെ പറഞ്ഞ സത്യായിരുന്നോ? എന്നെ ആക്രി കൊടുക്കാനുള്ള പ്ലാൻ ആണോ? എന്തേ? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ല. പിന്നെ ഇവിടെ നിൽക്കണെന്താ? ചേട്ടനോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. ചേച്ചി സത്യം പറ, എന്നെ കൊടുക്കാനുള്ള പ്ലാൻ ആണോ? അതെ, നിന്നെ കൊടുക്കാനുള്ള പ്ലാൻ തന്നെയാ.
പറ്റിയ ആളെ കേശോടെ നപ്പിക്കൊണ്ടിരിക്കുക. ചേച്ചി എന്തോന്ന് ചേച്ചിക്ക്? പിന്നെ അല്ലാതെ പറഞ്ഞാ കേൾക്കാത്ത പിള്ളേരെ എന്തിനാ വീട്ടിൽ നിർത്തുന്നേ? ആർക്കെങ്കിലും കൊടുത്താ പോരെ? എന്താണ് ആക്രിച്ചേട്ടനായിട്ട് സംസാരം? അതൊന്നുമില്ല, ഇവിടെ പുറകില് കുറച്ച് ചളിങ്ങി പാത്രമൊക്കെ കിടപ്പുണ്ടല്ലേ, അതങ്ങ് കൊടുത്തിടാന്ന് വിചാരിച്ചു. അപ്പൊ വില കൊണ്ട് അങ്ങോട്ട് ഒക്കുന്നില്ലായിരുന്നു. അങ്ങനെ ചേച്ചി ഒരാളെ അപ്പുറത്ത് പേടിച്ച് ഒളിച്ചിരിക്കുന്നുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പാറുവിനെ കൊടുക്കാൻ പോവാന്ന്, അത് കേട്ട് പേടിച്ചിരിക്കുക. ഞാൻ ഇപ്പൊ ആക്രി ചേട്ടനായിട്ട് സംസാരിക്കുന്നവള് കേട്ട് ഇവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഈശ്വര എന്നെ കൊടുക്കുവോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഉണ്ടാവണം. കേശുവേ, ഓ പാറുവിന് കൊടുക്കുന്ന കാര്യം എന്തായടാ? ചേച്ചി ഇത്രയും നേരം ഞാൻ ആ പുള്ളി എടുത്ത് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു കാര്യം ചെയ്, ആക്രി വിലക്ക് എടുത്തോ, നമുക്ക് അത്ര വലുതായിട്ടൊന്നും ഫണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറയുക എവളെ കിട്ടിയിട്ട് പുള്ളിക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ലെന്നും. അതിപ്പോ നമുക്കും ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ പുള്ളി പറഞ്ഞ് പുള്ളിക്ക് വേണ്ടാന്ന്. സമാധാനം. വേണ്ടെന്ന് പറഞ്ഞ ആ കാരണം പുള്ളിയല്ല ഈ ഏരിയ ഹാൻഡിൽ ചെയ്യുന്നത്, പുള്ളിയുടെ ബോസ് ആണെന്ന്. അതായത് ഈ വീട്ടിൽ പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേര്, പഠിക്കാത്ത പിള്ളേര്, തല്ലുള്ളി പിള്ളേര്, ഇവരെയൊക്കെ പുള്ളിയുടെ ബോസ് ആവശ്യമില്ലാത്ത വീട്ടിൽ നിന്ന് എടുത്ത് കളക്ട് ചെയ്തോണ്ട് പോകും. ആണല്ലേ? അപ്പൊ അവര് വന്ന് ചാക്കിലാക്കി കൊണ്ട് പൊക്കോളൂ, നമ്മൾ അങ്ങോട്ട് ചാക്കിൽ കൊണ്ടുപോണ്ട. അവര് വന്നെടുത്തോളും. ഞാൻ സംസാരിച്ച രീതിയിൽ ഒന്നെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഒന്ന് പാക്ക് ചെയ്തോണ്ട് പോകും. എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ. ഇന്ന് രാത്രി തന്നെ വന്ന് കൊണ്ടുപോകാൻ പറ. സ്കെയിലോട്ട് വരും, തൂക്കും, വില കൊടുത്തു വിടുന്നു. കൊടുത്തു വിടുന്നു. അത്രേ ഉള്ളൂ പരിപാടി. അത്രേ ഉള്ളൂ പരിപാടി. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലല്ലോ. അതെ, പറഞ്ഞാലും കേൾക്കൂല, പഠിക്കത്തൂല്ല, രാവിലെ എണീക്കോ ഇല്ല, പല്ലും തേക്കൂല. അത് തന്നെ, പല്ലും തേക്കൂല. ഇത്രയും പറഞ്ഞിട്ട് വന്നില്ല. ഞാൻ എങ്ങോട്ടും പോകത്തില്ല. എന്താ? ഞാൻ എങ്ങോട്ടും പോകത്തില്ലാന്ന്. അത് നീയല്ലല്ലോ തീരുമാനിക്കുന്നത്. നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞങ്ങളല്ലേ. അപ്പൊ ഞങ്ങളാണ് അത് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ലേ? ഞങ്ങള് പറയുന്നൊന്നും കേക്കത്തുമില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് തർക്കുത്തരവും പറയും. നിനക്ക് ഞങ്ങളുടെ അടുത്തല്ല സ്നേഹമില്ലാത്ത. ചേട്ടാ, ചേട്ടൻ്റെ ഒരേ ഒരു അനിയത്തിയല്ലേ ഞാൻ? അല്ല, നിനക്ക് തെറ്റി. എനിക്ക് ഒരു അനിയത്തിയോടുണ്ട്, പേര് ശിവാനി. പിന്നെ ചേച്ചിയായിട്ടാണെങ്കിൽ ചേച്ചിയുണ്ട്. കേശു, ഓ ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. സപ്പോസ് ആക്രിയുടെ ബോസ് ഇവളെ വേണ്ടാന്ന് പറഞ്ഞ എന്ത് ചെയ്യും? എന്തായാലും ഇവളെ വേണ്ടാന്ന് പറയും, ഉപകാരം ഒന്നും ഇല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അതാകുമ്പോ എന്തായാലും കിട്ടുമല്ലോ. ഇതിനെ കൊടുത്തിട്ട് എന്ത് കിട്ടാനാ? ഇപ്പൊ എന്ത് കിട്ടിയാലും ലാഭമല്ലേ? ഒരു മുട്ടുസൂചി ആണെങ്കിൽ പോലും. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാല്ലേ? അങ്ങനെ ചെയ്യാം. വിത്ത് ഫോട്ടോസ് ആയത് വിടാം. ഈ പ്ലോട്ട് ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞ പവർ ഫോർ സെയിൽ. സെറ്റാ. എന്താണ് പറയും? ഹാപ്പി അല്ലേ? അപ്പൊ ചേച്ചി കൂടെ ചേർന്നിട്ടുള്ളതാണല്ലേ? അതെ, വീട്ടിൽ ഉപകാരം ഇല്ലാത്ത സാധനം ഞങ്ങൾ ആക്രിക്ക് കൊടുക്കാറാ പതിവ്. കൊണ്ട് 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 കരയെല്ലാം ചെയ്യും. അടുത്ത് പോയ കനകം, വൈകിട്ടേ കേശുവിനോട് കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ പറയണം. அம்மா நான் போயிட்டு வரேனே கடையில. വേണ്ട, അവൻ വണ്ടി എടുത്തോണ്ട് പൊക്കോളും, നീ പോവണ്ട. അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കാൻ ആൾക്കാരില്ലല്ലോ. என்ன பாரு? എന്നെ അവർ എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാ. എന്തോന്ന്? അമ്മുമ്മ എന്നെ കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും മേടിക്കാൻ പോവാന്ന്. അത് നീ അവര് പറയുന്നൊന്നും കേക്കത്തില്ലല്ലോ, അതുകൊണ്ടാ. അമ്മുമ്മേന്റെ ക്യാരക്ടർ അങ്ങനെ പോയി. ക്യാരക്ടറൊക്കെ മാറ്റാൻ പറ്റും. അതൊക്കെ ഭയങ്കര പാടാ അമ്മുമ്മേ. ഒരു പാടും ഇല്ല. അതുകൊണ്ടാ നിന്നെ കൊടുത്തിട്ട് പൂച്ചയും കാക്കയൊക്കെ മേടിക്കാൻ പോകുന്നത്.
പൂച്ചയും കാക്കയോ? ആ നിന്നെ കൊടുത്താ അതൊക്കെ കിട്ടത്തുള്ളൂ. അമ്മൂമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. അവരുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് അമ്മൂമ്മ എന്നെ അങ്ങ് മേടിക്കണം. അയ്യോ എനിക്ക് വയസ്സാം കാലത്ത് നിന്റെ പുറകെ നടന്ന് ഓടിയേ എന്റെ നടു കളയാനൊന്നും വയ്യ മക്കളെ. അമ്മൂമ്മക്ക് എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെയാ, പക്ഷെ നിന്നെ ഇപ്പൊ എനിക്ക് വേണ്ട. എന്നാ പിന്നെ ഇങ്ങോട്ട് മാറും. കനകാന്റി അവർക്ക് പൈസ കൊടുക്കണം, എന്നിട്ട് എന്നെ മേടിക്കണം. എന്നിട്ട് നമുക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കാം. பாரு இப்ப எனக்கு வேண்டாம் பாரு. എന്നെ ഇഷ്ടമല്ല ആന്റിക്കും. எனக்கு ஒண்ணு ரொம்ப பிடிக்கும், ஆனாலும் வேண்டாம். നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ടേ? ഇപ്പൊ മനസ്സിലായ ഈ വീട്ടില് ആർക്കും നിന്നെ വേണ്ട. ചേച്ചി എന്നാ പിന്നെ നമുക്ക് ആ ഓൺലൈൻ ഗീവ് അവേയുടെ കാര്യം ഒന്ന് ഇരുത്തി ആലോചിക്കണം. ആലോചിക്കാനൊന്നുമില്ല, അതങ്ങ് ഫിക്സ് ചെയ്. ഓക്കെ. എന്തോന്ന് കീവേവയോ? ഗീവ് അവേ അല്ല, ഗീവ് അവേ. നമുക്ക് ഇഷ്ടമുള്ള സാധനം മാർക്ക് വേണമെങ്കിലും കൊടുക്കാം. വേറെ മക്കളെ ഒന്ന് ചിരിച്ചടാ. ചിരിക്കത്തില്ല. ശരി അങ്ങട് ആ പുഴുപ്പല്ലൊക്കെ കാണണ്ട എല്ലാരും. വേണ്ട ചിരിക്കണ്ട, ചിരിക്കാതെ വെച്ചൊന്ന് ക്യാപ്ഷൻ കൊടുക്കാം. എന്തോത്തിനാടാ ഇത്? ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യേ. നമ്മൾ ഈ ഗിവ് അവേ കൊടുക്കുമ്പോഴേ പിന്നെ പോസ്റ്റ് ചെയ്താൽ അവർ ഓൺലൈൻ വഴി ഒന്ന് മേടിച്ചോണ്ട് പൊക്കോളും. ഓൺലൈനൊക്കെ കീവേവേ മേടിക്കൂ? പിന്നെ അമ്മൂമ്മ കൊടുക്കണോ ചിരി? ആ അത് തന്നെ. എന്നെ ഇവിടെ നിർത്തിയിട്ട് അമ്മൂമ്മ കൊടുക്കും. അത് വേണ്ട, നിന്നെ തന്നെ കൊടുക്കുന്നുള്ളൂ. ഞാൻ ആരെയും കൂടെ പോകത്തില്ല. യേശുവേ ഇവിടെ ആർക്ക് വേണമെങ്കിലും കൊടുത്തോ, എനിക്ക് എന്തായാലും ഇവിടെ പുറകെ നടക്കാൻ വയ്യ. ഞാൻ എന്താ പോസ്റ്റ് ചെയ്തു. എന്റെ പൊന്നു മക്കളെ പാറുവേ, ഇനി നീ വളർന്നൊരുങ്ങി നീ എന്തായാലും നന്നാവാൻ പോണില്ല. അതുകൊണ്ട് നമ്മൾ നടന്ന് 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 നമ്മുടെ ഊപ്പാടൊന്നും വരത്തേ ഉള്ളൂ നിന്റെ പുറകെ. വയ്യടി, പ്രായമായി. കണ്ടാ മുടിയൊക്കെ നരച്ച്. ചേച്ചിയാണെങ്കിൽ മുടി നരച്ചിട്ട് മറയ്ക്കാൻ വേണ്ടി കളറടിച്ച് അടക്കിയാണ്. വേറെ എങ്ങോട്ടെങ്കിലും പൊക്കോ. അമ്മൂമ്മ എന്തോ നോക്കിക്കൊണ്ടിരിക്കുവാ? കറിയൊന്നും വെക്കുന്നില്ലയോ? ആ കറി വെക്ക്. ആ അമ്മൂമ്മ എന്നെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. കനകാന്റി என்ன கூப்பிடாத, திட்டுவாங்க. ചേച്ചേ ഇവിടെ ഇവിടെ അപ്പുറത്തിട്ട് ഇതെന്താ ഒരു പരിപാടി ഉണ്ട്, കൂടെ പിടിച്ചോ. എന്ത് പരിപാടി? അവളെ അളക്കാനാണോ? പിന്നല്ല. എന്നാ പിടിക്കാം. ആ ലച്ചേ, ആ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഓൺലൈൻ പരിപാടി ഏക്കൊന്ന്. അപ്പൊ ആള് സെറ്റായ? ആള് സെറ്റ് ആവുകയും ചെയ്ത് അവര് നമുക്ക് പാറുവിന് പകരം എക്സ്ചേഞ്ച് ഓഫർ ആയിട്ട് ഒരു സാധനം അയക്കുകയും ചെയ്ത്. സാധനം അയച്ചോ? പിന്നെ അതല്ലേ ഞാൻ ഭയങ്കര അതിശയപ്പെട്ടു. ഇതാ വലിയ പെട്ടി. എന്തുവാണ് അതില്? എന്തുവാണെന്നൊന്നും പറഞ്ഞു, ഞാൻ തുറന്നു നോക്കിയില്ല. എന്തായാലും അവര് ബോംബെക്കാരാ. ആ ഈ വിഭൂതി ഭൂഷൺ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പൊ പെട്ടെന്ന് തന്നെ ഇവളെയും നമുക്ക് അങ്ങോട്ട് പറഞ്ഞു വിടണ്ടേ? പിന്നെ പെട്ടെന്ന് പാക്ക് ചെയ്യണം. ഇവരെങ്ങനെ പാക്ക് ചെയ്തു അതേപോലെ പാക്ക് ചെയ്യണം. ചേട്ടാ എത്ര വലിയ കാർഡ്ബോർഡ് ബോക്സ് ഞാൻ തപ്പണല്ലോ. എന്തായാലും നീ അത് പൊട്ടിച്ചു നോക്ക്. ഇതാ പൊട്ടിച്ചു നോക്കാമല്ലോ. ഓ മൈ ഗോഡ്. എന്താടാ? ബോൾ പെൻ. പാറുവിന് പോലും ഇങ്ങനത്തെ ഒരു പേന കിട്ടും ഞാൻ ജന്മത്ത് പോലും വിചാരിച്ചില്ല. We are very lucky. ചേട്ടാ ഈ പേനയ്ക്ക് പകരമാണ് എന്നെ കൊടുക്കാൻ പോകുന്നത്. ഇപ്പൊ ലാഭായില്ലേ പാറു? ഈ പേന ഉണ്ടല്ലോ നമുക്കൊരു 3 മാസം വരെ ഉപയോഗിക്കാം. സത്യം പറഞ്ഞ പാറുവേ, ഈ പേനയുടെ അടപ്പ് മാത്രം വന്നായിരുന്നെങ്കിൽ പോലും നിന്നെ ഞാൻ പാക്ക് ചെയ്ത് വിട്ടേനെ. ഇതിപ്പോ ഫുൾ പേന വിത്ത് മഷി. ജീവവേന്ന് പറഞ്ഞിട്ടും നമുക്ക് സാധനം റിട്ടേൺ കിട്ടി. ഇപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ അയച്ചു കൊടുക്കണമല്ലോ. പിന്നെ ഞാൻ പോത്തില്ല. പോത്തില്ലെന്നാ? നമ്മൾ ഓർഡർ ചെയ്ത സാധനം മേടിച്ച് ഇനി നിന്നെ അവിടെ കൊടുക്കണം. ആദ്യം ഞാൻ വിചാരിച്ചു നിങ്ങൾ ചുമ്മാ പറഞ്ഞാന്ന്. ശരിക്കും ഉള്ളതാണോ? പിന്നെ അല്ലാതെ നമ്മൾ ഇങ്ങോട്ട് സാധനം മേടിച്ചിട്ട് നമ്മളപ്പോ തിരിച്ചു അങ്ങോട്ടും കൊടുക്കണ്ടേ? യേശുവേ അപ്പൊ എങ്ങനെയാ പാക്ക് ചെയ്യല്ലേ? പാക്ക് ചെയ്യാം സാധനമൊക്കെ സെറ്റ് ചെയ്താ. ആ
ഞാൻ ഇവളുടെ ഡ്രസ്സ് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. ഡ്രസ്സ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. ആ അതെല്ലാം പോട്ടെ, അങ്ങോട്ട് കൊറേ ആക്രി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, എല്ലാം കൊടുക്കാന്ന്. ശരി, അങ്ങനെ ആവട്ടെ. ചേച്ചി എന്തോന്ന് ചേച്ചിക്ക്? ഒരു മിനിറ്റ്, ഞാനേ അഡ്രസ്സിന്റെ കാര്യം ഒന്ന് സംസാരിക്കട്ടെ. ഓ കേശു, നമുക്ക് നിർത്തിയാലോ? മോന്തയൊക്കെ മാറി തുടങ്ങി. സംഭവം ഞാൻ കുറച്ച് കാർഡ്ബോർഡ് അപ്പുറത്തുണ്ടെന്ന് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് പയറ്റിയിട്ട് നിർത്തിയപ്പോരെ. ഓഹോ, അപ്പൊ അവരങ്ങനെയാണോ പറഞ്ഞേ? അതെ 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 അതെ, അവരങ്ങനെയാണ് കഷ്ടപ്പെട്ട്. ആ അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ഇവിടെ ഒരു ബോക്സിലാക്കിയിട്ട് നമുക്ക് അങ്ങ് മറ്റേ സെല്ലോ ടൈപ്പ് ഒക്കെ വെച്ച് ഒട്ടിച്ചിട്ട് അങ്ങ് പാക്ക് ചെയ്ത് പാക്ക് ചെയ്യാം. ഇടയ്ക്ക് വേണമെങ്കിൽ ശ്വാസം വിടാൻ വേണ്ടി മറ്റേ ഈ പൂച്ചയെ കൊണ്ട് 2 ഓട്ടയിട്ട് കൊടുക്കില്ലേ, അത് കൊടുക്കാം. ചേച്ചി 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 പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാം. ഞാൻ ഹോംവർക്കും ചെയ്യാം. പ്ലീസ് എന്നെ പറഞ്ഞു വിടല്ലേ. സോറി മോളെ, കുറച്ച് ലേറ്റ് ആയി. അപ്പൊ ശരിക്കും എന്നെ കൊടുക്കാൻ പോവാണോ? കൊടുത്തു കഴിഞ്ഞല്ലോ. பாரு மும்பை வந்து ரொம்ப நல்ல இடம் பாரு. അതെ, നല്ല വടാപ്പാവും പാവബജിയൊക്കെ കിട്ടും, അടിപൊളിയാ. എന്നാലേ ഞാൻ ഇവിടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അമ്മമ്മ, പാറിന് പകരം കിട്ടിയ ബോൾ പെൻ. നല്ല അമ്മൂമ്മേ അമ്മമ്മ ഒന്ന് മാറൂ പ്ലീസ്. ഞാനൊന്ന് 4 ഓക്കെ, ആളവിന് പെട്ടി സെറ്റ് ചെയ്യാം. பாரு உனக்கு கடைசியா இந்த வீட்ல இருந்து என்ன சாப்பிடுறதுக்கு வேணும்ப்பா? എനിക്കൊന്നും വേണ്ട. വയ്യ. ഓക്കെ പാറു മക്കളെ, എന്താട്ടാ? എന്റെ പൊന്നുമോളിങ് ഓടി വാ. ഓക്കെ പാറേ, എന്തുവാ? മക്കളൊന്നും ഇതിനകത്ത് കയറുന്നേ. എന്തിന്? കയറല്ലേ അങ്ങോട്ട്, സമയമില്ല. കറക്റ്റ്, നമ്മുടെ അളവിടെ ഇപ്പൊ തെറ്റു. അപ്പൊ പിന്നെ നീ ഒന്നൊന്ന് എന്തോന്നു? നില്ല അങ്ങോട്ട്, ഇങ്ങനെ നിന്ന് അങ്ങോട്ട് വിരിച്ച്. ഓക്കെ സെറ്റ്. കറക്റ്റ് നിൽക്കണേ, അനങ്ങായിക്കണം. അനങ്ങായിട്ട് പിന്നെ എന്നോടൊന്നും പറയല്ലോ. മാറിക്കോ. കറക്റ്റ് ഷേപ്പ്. എന്തിനാട്ടാ ഇത്? നിനക്ക് കാണാൻ കണ്ണുകൾ, ശ്വാസം വിടാൻ മൂക്ക്, വർത്താനം പറയണ്ട. വേണ്ട, ക്യാൻസൽ. മക്കളെ, ഇത്രയും മതിയല്ലോ കണ്ണല്ലേ, നോക്കിക്കോണേ. എന്തായാലും നിന്നെ നമ്മൾ ഷിപ്പിൽ കയറ്റിയാണല്ലോ വിടുന്നത്. ബോംബെയിൽ എത്തണ്ടേ മക്കളെ? ബ്യൂട്ടിഫുൾ. പറയേ, പെട്ടി സെറ്റായാ? പിന്നെ പെട്ടി സെറ്റായി, കണ്ണും സെറ്റായി, രസമുണ്ട്. മൂക്കും ബ്ലേഡ് ഒടിഞ്ഞു, കുഴപ്പമില്ല. ചേട്ട് വേണം അവസാനം ബ്ലേഡ് കൈ കയറിയിട്ട് നമ്മളെ ഇവിടെ പറയാം. പാറു മക്കളെ, പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ നിന്റെ ഭാവി അച്ഛനമ്മ അങ്ങ് പറഞ്ഞേക്ക. ഓക്കെ, പറഞ്ഞു വാ, കയറിയേ. അങ്ങോട്ട് അങ്ങോട്ട്. ശശേ, ഓ, ഇന്നിപ്പോ കൊറിയർ അയച്ച നാളത്തേക്ക് എത്തൂലേടാ? ഇന്ന് കൊറിയർ അയച്ചാലോ? സെറ്റാ. എനിക്ക് വയ്യ. ഇന്ന് കൊറിയർ അയച്ചു കഴിഞ്ഞാല് നാളെ തന്നെ അങ്ങ് എത്തും. ഓക്കെ, പാക്ക് ചെയ്ത് പറയപ്പോയാ എനിക്ക് ആരുടെ ഇങ്ങോട്ട്. ചേച്ചി, ഇന്ന് കൊറിയർ അയച്ച് എങ്ങനെ പോയാലും നാളെ എത്തും. അഥവാ എത്തിയില്ലെങ്കിൽ ഒരു 2 മാസം ഹാൾട്ട് കാണും ഷിപ്പില്. വേണമെങ്കിൽ അതിനു വേണ്ടി ഒരു 2 കപ്പ് നൂഡിൽസ് വല്ലതും എടുത്ത് ഇതിനകത്ത് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആണല്ലേ? പോന്നൊരിക്കലും കഴിച്ചോണ്ട് വിട്ട് അതും ഗീവ് അവേ മതി. പിന്നെ വാ, കേറ്. അതെ, ഇങ്ങോട്ട് നോക്ക്. അവിടെ ചെന്നാല് അവര് പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് അവിടെ നിന്നോണം. അമ്മൂമ്മ, എനിക്ക് ഹിന്ദി അറിഞ്ഞൂടാ. അത് കുഴപ്പമില്ല,
അവിടെ പോയി ഒരു 5-6 ദിവസം കഴിയുമ്പോഴത്തേക്ക് പച്ചവെള്ളം പോലെ ഹിന്ദി പഠിച്ചോളും. മക്കള് കേറ്. ടേപ്പ് ഒട്ടിക്കിട്ട് ഞാൻ സമയമില്ല, കളിക്കല്ല. പോകണ്ട. എന്റെ കൊച്ച നിന്നെ കൊറിയർ ചെയ്തിട്ട് വേണം, മനുഷ്യയുടെ വേറെ പണിയുണ്ട്. അമ്മൂമ്മ ഞാൻ പോകുന്നില്ലെന്ന് പറ. അയ്യോ ഞാനൊന്നും പറയത്തില്ല. അങ്ങനെ ഞാൻ വല്ലതും പറഞ്ഞാലേ എന്നെ അവർ ഈ പെട്ടിക്കകത്ത് കയറ്റി അയക്കും. പോകുന്നില്ല. ഫുള്ള് പാക്ക് ചെയ്യട്ടോ അങ്ങോട്ട്, എന്നിട്ട് കയറ്റി വെക്കട്ടാ മറ്റേ മമ്മി രൂപത്തില്. എന്റെ പൊന്നു മക്കളെ, നല്ല പേനയാണ് കിട്ടിയേക്കണേ. നിന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. എടാ ഒരു ചാൻസ് കൂടെ കൊടുക്കും. പറ്റില്ല. കൊടുക്കുമോളെ. ചാൻസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നമ്മളാണെങ്കിൽ ഗീവയുടെ ഈ ഗിഫ്റ്റ് മേടിച്ചും പോയി. ആ ശരി, ഇനിയിപ്പം അമ്മൂമ്മ പറഞ്ഞിട്ട് നമ്മൾ കേട്ടില്ല എന്ന് വേണ്ട, കാരണം നമ്മൾ കേൾക്കുന്ന പിള്ളേരാണല്ലോ. അതെ അതെ അതെ, പിന്നെ എവരി പേഴ്സൺ ഡിസേർവ്സ് എ സെക്കൻഡ് ചാൻസ്. ഓക്കെ, സെക്കൻഡ് ചാൻസ് ഒക്കെ കൊടുക്കാം. പക്ഷെ എവിടെ നമ്മൾ പറയണ കേക്കൂ? ചേച്ചി പറയുന്ന എല്ലാം ഞാൻ അനുസരിക്കാം. ഓഹോ, അപ്പൊ അതിന്റെ അർത്ഥം ചേട്ടൻ പറയുന്ന കേക്കൂലെന്ന്? ഞാൻ കേക്കാം. ക്ലിയർ ആയിട്ട് പറ. ചേച്ചി പറയുന്നതും ചേട്ടൻ പറയുന്ന എല്ലാവരും പറയുന്നതും ഞാൻ അനുസരിക്കാം. എല്ലാ ദിവസവും പഠിക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യാൻ കേശു, ഇത്രയൊക്കെ പറയുന്ന സ്ഥിതിക്ക് നീയാ മുംബൈയിലെ വിഭൂതി ചേട്ടനെ വിളിച്ചിട്ട് പറ 2 ദിവസം കൂടെ നമ്മളിവിടെ നോക്കാം, എന്നിട്ട് അവള് സെറ്റ് ആയില്ലെങ്കിൽ പാർസൽ ചെയ്യാന്ന് പറ. ശരി, നല്ലൊരു പേനയായിരുന്നു. എനിക്ക് ആഗ്രഹം കൊണ്ട് ഇവിടെ കൊടുക്കുന്നത്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അനിയത്തിയായി പോയില്ലേ. ആ ഇനിയിപ്പൊ അവള് അനുസരിക്കാന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇരിക്കട്ടെ. അതെ, എന്നാ മക്കൾ പോയി ബുക്ക് എടുത്തോണ്ട് വാ. ഇന്ന് തന്നെ പഠിക്കണോ? നാളെ പഠിച്ചാ പോയി. കേശോ, നിങ്ങൾ എന്നെ കൊടുക്കൂലെന്ന് എനിക്കറിയാം.